പയ്യന്നൂരിലെ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയത് തന്റെ സമ്മതത്തോടെ അല്ലെന്ന പരാതിയുമായി വൃദ്ധൻ. വോട്ട് ചെയ്തത് സഹായി വോട്ടർ ചട്ടപ്രകാരമാണെന്ന കണ്ണൂർ ജില്ലാ കളക്ടറുടെ വെളിപ്പെടുത്തലിനെതിരെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം മുഖ്യ ഭരണാധികാരിക്കാണ് കോറോം വില്ലേജ് 54-ാം ബൂത്തിലെ വി മാധവൻ വെളിച്ചപ്പാട് പരാതി നൽകിയത്. 18-ന് വൈകിട്ട് 3:30-യോടെയാണ് പരാതിക്കിടയായ സംഭവം. 92-കാരനായ വി മാധവന്റെ വോട്ട് സമ്മതമില്ലാതെ ബാഹ്യശക്തികൾ ഇടപെട്ട് ചെയ്തെന്നാണ് പരാതി. മകനോ ബന്ധുക്കളോ ഉള്ളപ്പോൾ മാത്രം വോട്ട് ചെയ്താൽ മതിയെന്ന് അറിയിച്ചിട്ടും BLOയും മറ്റു ചിലരും വന്ന് തന്റെ ഒപ്പ് വാങ്ങിച്ചു പോയെന്നാണ് മാധവന്റെ പരാതി. ഉദ്യോഗസ്ഥർക്കെതിരെ 54-ാം ബൂത്തിലെ ക്യാമറ പരിശോധിച്ച് കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പരാതി നൽകിയിരുന്നു. അതേസമയം സംസ്ഥാനത്ത് വെള്ളിയാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് നാളെ വൈകിട്ട് കൊടിയിറങ്ങാനിരിക്കെ സമുദായ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തത്രപ്പാടിലാണ് 3 മുന്നണികളും. അതിനിടെ പിന്തുണ ആർക്കെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് മതസംഘടനകളും രംഗത്തെത്തി. യാക്കോബായ സഭ LDFന് പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അവരുമായി പള്ളിത്തർക്കമുള്ള ഓർത്തഡോക്സ് സഭയുടെ നിലപാട് സമദൂരം തുടരുമെന്നാണ്. ഫലത്തിൽ അത് UDFനുള്ള പിന്തുണയെന്ന് വ്യാഖ്യാനമുണ്ടായി. സഹായിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്നും തങ്ങളുടെ അസ്തിത്വം നിലനിർത്താൻ സഹായിക്കുമെന്ന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ടെന്നുമാണ് യാക്കോബായ മെത്രാപ്പോലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് വെളിപ്പെടുത്തിയത്. എന്നാൽ മണിപ്പൂരിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മർ ലക്ഷ്യമിടുന്നത് BJPയെയാണ്. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അക്കൗണ്ടുകളും വിദേശ സംഭാവനകളും മരവിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് ആരോപിക്കുന്ന ലത്തീൻ അതിരൂപത ബിഷപ്പ് തോമസ് ജെ നെറ്റോ കേരള പോലീസിന്റെ റിപ്പോർട്ടാവാം കാരണമെന്നും കുറ്റപ്പെടുത്തുന്നു. പിന്തുണ UDFനെന്ന് വ്യക്തമാണ്. പത്തനംതിട്ടയിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭ അനിൽ ആന്റണിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. LDFനാണോ UDFനാണോ പിന്തുണ നൽകേണ്ടതെന്ന കാര്യത്തിൽ സമസ്തയിലെ ചേരിതിരിവും പ്രകടമാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാടുകളെ രൂക്ഷമായി കടന്നാക്രമിച്ച് രംഗത്തെത്തിയ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിന്റെ വാക്കുകളിൽ LDFനുള്ള ഉറച്ച പിന്തുണ പ്രകടമാണ്. എന്നാൽ സമസ്തയുടെ നിലപാട് വ്യക്തമാക്കേണ്ടത് പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങളാണെന്ന് പറഞ്ഞ് SYS ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തി. പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ലെങ്കിലും സമസ്തയിലെ ഭിന്നത തിരിച്ചടിയാവുമോ എന്ന ആശങ്കയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. അതിനിടെയാണ് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ സമ്പത്ത് വീതം വെക്കുന്നതിൽ മുൻഗണന മുസ്ലിങ്ങൾക്കാവും എന്ന മോദിയുടെ പ്രസംഗം വിവാദമായത്. വർഗീയ ഭിന്നതയ്ക്ക് വഴിവെക്കുന്ന പരാമർശമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ കുറ്റപ്പെടുത്തുന്നത്. കോൺഗ്രസും തൃണമൂലും ഇടതു പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനൊരുങ്ങുകയാണ്. രാജസ്ഥാനിലായിരുന്നു മോദിയുടെ വിവാദ പ്രസംഗം. 1-ാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ തിരിച്ചടി ഭയന്നാണ് മോദി വർഗീയ ഭിന്നതയ്ക്ക് വഴിവെക്കുന്ന പരാമർശം നടത്തിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. സമുദായ സമവായങ്ങൾ സൃഷ്ടിക്കുന്ന അടിയൊഴുക്കുകളാവും ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകം.